അഞ്ചൽ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ മിനിറ്റ്സ് ബുക്കും അനുബന്ധ രേഖകളും കാണാനില്ലെന്നാരോപിച്ച് ബാങ്കിലെ ഒരു വിഭാഗം ഭരണസമിതി അംഗങ്ങൾ ബാങ്കിൽ പ്രതിഷേധവുമായി എത്തി. എന്നാൽ മിനിറ്റ്സ് ആയൂർ ബ്രാഞ്ചിൽ കൊണ്ടുപോയിരിക്കുകയാണെന്ന് ബാങ്ക് സെക്രട്ടറി പറഞ്ഞു. സർവീസ് സഹകരണ ബാങ്കിലെ മിനിറ്റ്സ് ഹെഡ് ഓഫീസിലാണ് സൂക്ഷിക്കേണ്ടതെന്നും ബ്രാഞ്ചുകളിൽ കൊണ്ടുപോകാൻ നിയമം ഇല്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഒരു ജീവനക്കാരെ നിങ്ങൾ നേരായ വഴി കൂടെ ഇറങ്ങി പോകാൻ പറ്റത്തില്ല. പിന്നെ മാധവൻകുട്ടി എങ്ങാണോ ഇനി ഉടുക്ക് വഴി എങ്ങാണോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഇറങ്ങിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോക്ക് നടക്കത്തില്ല. സെക്രട്ടേറിയറ്റിന്റെ കസ്റ്റോഡിയൻ ആര് സമ്മാനം പറയും? ഒരു ബാങ്കിലെ മിനിറ്റ്സ് ബുക്ക് പ്രസിഡന്റ് സെക്രട്ടറിയോട് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. ഏതെങ്കിലും തരത്തിലുള്ള എവിടുന്ന് കൊണ്ടുപോകുന്ന ഇന്ന രേഖകൾ കൊണ്ടുപോകുന്നു എന്ന് സെക്രട്ടറിക്ക് എഴുതി തന്നിട്ടാണ് കൊണ്ടുപോയത്. പുറത്തോട്ട് വിടാൻ ഉദ്ദേശിക്കുന്നത് അത് പറ്റുന്ന കാര്യമല്ല. ഈ ബാങ്കിൽ സൂക്ഷിക്കേണ്ട മിനിറ്റ്സ് ബുക്ക് ബാങ്കിൽ തന്നെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ബാങ്ക് സമയം കഴിഞ്ഞിട്ടും ബാങ്കിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരെ ബാങ്കിൽ നിന്നും പുറത്തിറങ്ങുവാൻ പ്രതിഷേധക്കാർ തയ്യാറായില്ല. മിനിറ്റ്സ് ബുക്ക് കാണിക്കാതെ ബാങ്ക് ജീവനക്കാരെ ബാങ്കിൽ നിന്നും പുറത്തുവിടില്ലെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട്. ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്ക് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. കോൺഗ്രസിൽ തന്നെ ഒരു ഭാഗം അംഗങ്ങളാണ് ബാങ്കിലെ മിനിറ്റ്സ് ബുക്ക് കാണുന്നില്ലെന്നാരോപിച്ച് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഉച്ചയായപ്പോൾ ബാങ്കിലെ പൊതുയോഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്കിൽ വന്നത്. അപ്പോൾ കഴിഞ്ഞ കമ്മിറ്റിയിൽ പൊതുയോഗം കൂടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇലക്ഷൻ പ്രൊസീജിയർ കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ആ ഒരു പ്രോട്ടോകോൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൊതുയോഗം കൂടാൻ പറ്റുള്ളൂ എന്നാണ് കമ്മിറ്റി എടുത്ത തീരുമാനം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനും അന്വേഷിക്കാനും വേണ്ടിയിട്ടാണ് ബാങ്കിൽ വന്നത്. അപ്പോൾ കഴിഞ്ഞ കമ്മിറ്റിയിലെ റിപ്പോർട്ടൊന്ന് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സെക്രട്ടറിയോട് മിനിറ്റ്സ് ബുക്ക് ആവശ്യപ്പെട്ടത്. മിനിറ്റ്സ് ബുക്ക് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ സെക്രട്ടറി പറഞ്ഞത് മിനിറ്റ്സ് ബുക്ക് ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ മിനിറ്റ്സ് ബുക്ക് പ്രസിഡന്റ് കൊണ്ടുപോയി എന്ന് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ സഹകരണ ചട്ടം അനുസരിച്ച്, സഹകരണ വകുപ്പ് നിയമം അനുസരിച്ച് ബാങ്കിലെ മിനിറ്റ്സ് ബുക്ക് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ബാങ്ക് സെക്രട്ടറിക്കാണ്. അപ്പോൾ ആ സെക്രട്ടറിയുടെ കസ്റ്റഡിയിലാണ് മിനിറ്റ്സ് ബുക്കുകളും അനുബന്ധ രേഖകളും സൂക്ഷിക്കേണ്ടത്. പക്ഷേ നിലവിൽ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ മിനിറ്റ്സ് ബുക്കോ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകളോ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ വന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ വന്ന് ബാങ്കിൻ്റെ പ്രസിഡന്റിനെ വിളിക്കുമ്പോൾ പ്രസിഡന്റ് പറയുന്നത് മിനിറ്റ്സ് ബുക്ക് ഞാനാണ് കൊണ്ടുപോയത്, അത് ബാങ്കിൻ്റെ മറ്റൊരു ബ്രാഞ്ചിൽ ഇരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ കമ്മിറ്റിയിൽ നിന്നുള്ള ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി പറയാം. കഴിഞ്ഞ 10 മാസം മുമ്പും 8 മാസം മുമ്പും ഒക്കെ കമ്മിറ്റിയിലെടുത്ത തീരുമാനങ്ങൾ വെട്ടിമാറ്റി പുതിയ തീരുമാനങ്ങൾ മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഈ ബാങ്കിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമാത്രവുമല്ല, 26 കോടി രൂപയോളം വരുന്ന വലിയ അഴിമതി നടത്തി. ആ അഴിമതി EDയുടെ അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന ഒരു ബാങ്കാണ് ഈ ബാങ്ക്. സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവർ കടന്നു വരുമ്പോൾ അവർ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട പൈസകൾ അവർക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ല. രോഗബാധിതരായിട്ടുള്ള ആൾക്കാർ, ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ട് രോഗികളായിട്ടുള്ള ആൾക്കാർ കടന്നു വരുമ്പോൾ അവരെ ആട്ടിപ്പായിച്ചിറക്കി വിടുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ ബാങ്ക് പ്രസിഡന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബാങ്കിൽ ഇപ്പോൾ മിനിറ്റ്സ് ബുക്കും അനുബന്ധ രേഖകളും കാണാനില്ല. അത് ഈ ബാങ്കിൽ അഴിമതി നടത്തിയ പഴയ സെക്രട്ടറി കൈപ്പള്ളി മാധവൻകുട്ടിയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രേഖകൾ മിനിറ്റ്സ് ബുക്കിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് ആ കമ്മിറ്റികളിൽ എടുക്കാത്ത തീരുമാനങ്ങൾ ഉൾക്കൊള്ളിക്കുവാനും വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് മിനിറ്റ്സ് ബുക്കുകൾ കടത്തിയതെന്നും ഈ മിനിറ്റ്സ് ബുക്കുകൾ ഇപ്പോൾ പഴയ ബാങ്ക് സെക്രട്ടറി ഈ ബാങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ പഴയ ബാങ്ക് സെക്രട്ടറി കൈപ്പള്ളി മാധവൻകുട്ടിയുടെ വീട്ടിലുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുകയാണ്. ഒടുവിൽ അഞ്ചൽ പോലീസിന്റെ മധ്യസ്ഥതയിൽ ശനിയാഴ്ച രാവിലെ 11 മണിക്ക് മുൻപേ പ്രതിഷേധക്കാരായ ബാങ്ക് ഭരണസമിതി അംഗങ്ങളുടെ മുൻപിൽ മിനിറ്റ്സ് ബുക്ക് ഹാജരാക്കാമെന്ന് ബാങ്ക് സെക്രട്ടറി രേഖാമൂലം എഴുതി നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ബാങ്കിന്റെ ഹെഡ് ഓഫീസാണ് നമ്മളെ ഈ നിൽക്കുന്ന സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഇവിടെ സൂക്ഷിക്കേണ്ട, സെക്രട്ടറി സൂക്ഷിക്കേണ്ട ഒരു ആധികാരികമായ രേഖയാണ് മിനിറ്റ്സ് ബുക്ക് എന്ന് പറഞ്ഞത്. ആ മിനിറ്റ്സ് ബുക്ക് സെക്രട്ടറിയുടെ അനുവാദമില്ലാതെ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ എഴുതി കൊടുക്കുകയോ അതിന് വാങ്ങുകയോ ചെയ്യാതെ പ്രസിഡന്റ് അത് നോക്കാനെന്ന വ്യാജേന വാങ്ങുകയും അതിനുശേഷം ഇവിടുന്ന് ഇതുമായിട്ട് കടന്നു കളയുകയും ചെയ്തതാണ്. ഇത് യഥാർത്ഥം പറഞ്ഞാൽ മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ കൊണ്ടുപോയാൽ ഇത് മിനിറ്റ്സ് ആണ് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന്റെയും മറ്റ് കമ്മിറ്റികളുടെ തീരുമാനത്തിന്റെയും ആധികാരികമായ രേഖ. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തിരിമറി ഉണ്ടാകുക, അത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ അത് വലിയ തരത്തിൽ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതാണ്. ഈ മാസം 30-ന് റിട്ടയർ ആവുന്ന സെക്രട്ടറി
ആ സെക്രട്ടറിയുടെ റിട്ടയർമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ന്യൂസ് കേരളം, കൊല്ലം. അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന കേശവ് മെഡിക്കൽസിൽ പുതുതായി ആരംഭിച്ച പോളി ക്ലിനിക്കിൽ എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 4:30 മുതൽ 6:30 വരെ ഓർത്തോപെഡിക്സ് ആൻഡ് ഡയബറ്റോളജിയിൽ പ്രാവീണ്യം നേടിയ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. രാവിലെ 9 മുതൽ വൈകിട്ട് 9 വരെ 8281566342 എന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്.